ലൈംഗിക ആരോപണ വിവാദത്തെ തുടർന്ന് കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്യപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭാ സമ്മേളനത്തിന് എത്തിയത് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ വാക്ക് മറികടന്നു. സമ്മേളനത്തിന്റെ തലേദിവസം ചില കോൺഗ്രസ് നേതാക്കൾ മുഖേന സമ്മേളനത്തിൽ നിന്നും രാഹുൽ വിട്ടുനിൽക്കാൻ തീരുമാനിച്ചിരുന്നു എന്ന വാർത്തയും പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന് വ്യക്തമായ ഒരു മറുപടി രാഹുൽ നൽകിയിരുന്നില്ല. പാർട്ടിയിൽ നിന്നും പുറത്താക്കപ്പെട്ടതിനാൽ അടുപ്പമുള്ള നേതാക്കൾ മുഖേന അനൌദ്യോഗികമായിട്ടാണ് നിയമസഭാ സമ്മേളനത്തിൽ നിന്നും വിട്ടുനിൽക്കാൻ രാഹുലിന് നിർദ്ദേശം നൽകിയത്. രാഹുൽ നിയമസഭയിലെത്തിയതോടെ വി.ഡി. സതീശനുമായി തുറന്ന പോരിന് തയ്യാറാണെന്ന സന്ദേശമാണ് രാഹുൽ നൽകുന്നത്. കോൺഗ്രസിലെ ഒരു വിഭാഗത്തിന്റെ പിന്തുണയും രാഹുലിനുണ്ട്. ഷാഫി പറമ്പിലിന്റെ വിശ്വസ്തനാണ് രാഹുൽ. എ.ഐ.സി.സി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ ഗ്രൂപ്പിലാണ് രാഹുലും ഷാഫിയും എന്നാണ് പൊതുവിലയിരുത്തൽ. ഇതിനൊപ്പം എ ഗ്രൂപ്പും മാങ്കൂട്ടത്തിലിനെ പൂർണ്ണമായും കൈവിടുന്നില്ല. രാഹുലിന്റെ സഭയിലെ പ്രത്യേക ബ്ലോക്കിലെ ഇരിപ്പോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് രാഷ്ട്രീയവും പുതിയ തലത്തിലേക്ക് എത്തും. നിയമസഭാ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം തന്നെ രാഹുൽ പങ്കെടുത്തത് ഷാഫി പറമ്പിലിന്റെ മൗനാനുവാദത്തോടെയാണ്. രാഹുൽ നിയമസഭയിലെത്തിയാൽ അത് സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ പ്രതിസന്ധി സ്പീക്കർ എൻ ഷംസീറിനാകും വെല്ലുവിളിയാവുക. വിവാദത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തെ പാർട്ടിയിൽ നിന്നും സസ്പെൻഡ് ചെയ്ത വിവരം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കത്ത് മുഖേന സ്പീക്കറെ അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രാഹുൽ സഭയിലെത്തിയാൽ അദ്ദേഹത്തിന് പ്രത്യേക ബ്ലോക്കിലായിരിക്കും ഇരിപ്പിടം. രാഹുൽ നിയമസഭയിലെത്തിയാൽ സ്വന്തം പാർട്ടിയിലെ എം.എൽ.എമാർക്കിടയിൽ തന്നെ പ്രതിഷേധമുയരാൻ സാധ്യതയുണ്ടായിരുന്നു. അപ്പോൾ രാഹുലിനെ സംരക്ഷിക്കേണ്ട ഭരണഘടനാപരമായ ബാധ്യത സ്പീക്കർക്ക് മാത്രമായിരിക്കും. ഇത് സ്പീക്കർക്ക് ഒരു കടുത്ത പരീക്ഷണമായി മാറും. രാഹുൽ എത്തിയാൽ ആ സാഹചര്യത്തെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ കഴിയുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഭരണപക്ഷം. രാഹുലിന്റെ സഭയിലെ സാന്നിധ്യമുണ്ടായാൽ അതുവഴി സർക്കാരിനെതിരെയുള്ള പ്രതിഷേധങ്ങളും ആരോപണങ്ങളും ദുർബലമാക്കാനും സാധിക്കുമെന്നാണ് ഭരണപക്ഷം കണക്കുകൂട്ടുന്നത്. സ്പീക്കർക്ക് സ്വന്തം പാർട്ടിയിലെ അംഗങ്ങളുടെ പ്രതിഷേധവും കൈകാര്യം ചെയ്യേണ്ടി വരും. പ്രതിപക്ഷ അംഗങ്ങളുടെ നിരയുടെ പിന്നിലായി പി.വി. അൻവറിന് അനുവദിച്ച സീറ്റാണ് രാഹുലിന് നൽകിയത്. പോലീസ് അതിക്രമങ്ങളും നേതാക്കൾക്കെതിരായ മാസപ്പടി ആരോപണങ്ങളും അടക്കം ചൂടേറിയ ചർച്ചകൾക്ക് വേദിയാകേണ്ട നിയമസഭാ സമ്മേളനം രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിലേക്ക് വഴിമാറുമെന്ന ആശങ്ക പ്രതിപക്ഷത്തിനുണ്ട്. ഈ വിഷയം ഉയർത്തിക്കൊണ്ട് ഭരണപക്ഷം പ്രധാന പ്രശ്നങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുമെന്ന് പ്രതിപക്ഷം ഭയപ്പെടുന്നു. ഈ ഒരു സമ്മേളനത്തിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ നിലമ്പൂരിൽ നിന്ന് വിജയിച്ച ആര്യാടൻ ഷൗക്കത്ത് ആദ്യമായി നിയമസഭയിലെത്തുന്നത്. ഭരണപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. സംസ്ഥാന വ്യാപകമായി അരങ്ങേറുന്ന പോലീസ് അതിക്രമവും നേതാക്കളുടെ മാസപ്പടി ആരോപണങ്ങളും അടക്കം നിരവധി വിഷയങ്ങളുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ രാഹുൽ എത്തിയാൽ ഭരണപക്ഷം അതിനെ മറ്റ് പല രീതിയിലേക്കും കൊണ്ടുപോകും. രാഹുലിനെ ഭരണപക്ഷം കൈയേറ്റം ചെയ്താൽ യു.ഡി.എഫ് സംരക്ഷണം ഒരുക്കുമോ എന്ന ചോദ്യത്തിന് യു.ഡി.എഫ് കൺവീനർ അടൂർ പ്രകാശ് പറഞ്ഞത് നിയമസഭാ അംഗത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് സ്പീക്കറുടെ ഉത്തരവാദിത്തമാണെന്നായിരുന്നു.